കല്യാണ ദിവസം രാവിലെ തന്നെ അവൾ ഒരുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. വേറെ ആരുമല്ല, അവളെ നാത്തും തന്നെ ആട്ടോ ഒരുക്കാൻ നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കല്യാണം നടന്നത് കേച്ചിരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ചാൽ. ആരുടെ കല്യാണം എന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിൻ്റെ കേട്ടോ. കുറേ നാളത്തെ പ്രണയ വിവാഹമായിരുന്നു. അതിൻ്റെതായ എക്സൈറ്റ്മെൻറ്റ് എല്ലാം അവളിലുണ്ട്. ഞങ്ങൾക്കും വളരെ സന്തോഷമായിരുന്നു. അമ്പലത്തിൻ്റെ വെച്ച് തന്നെയായിരുന്നു താലി കെട്ടുണ്ടായിരുന്നത്. പിന്നീട് ചടങ്ങുകളൊക്കെ ഇരുട്ടി വെച്ചത്. ഇതിലൊന്നും എന്നെ ഒന്നിനെയും കാണില്ല, വേറൊന്നുമല്ല. സെക്കൻഡ് സാരി എടുക്കാൻ പറഞ്ഞു, അതെടുക്കാൻ വേണ്ടി ഓടിയത് കേട്ടോ. ഇരിട്ടി ഫാൽക്കൺ പ്ലാസ വെച്ചിട്ടായിരുന്നു ചടങ്ങുണ്ടായിരുന്നത്. വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള അടിച്ചുപൊളിയായിട്ടുള്ള രീതിയിലൊരു കുഞ്ഞി കല്യാണം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ആ ഓഡിറ്റോറിയത്തിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. പെണ്ണും ചെറുക്കനും കൂടി വരുന്നതാണ് ഈ കാണുന്നത്. വളരെ സന്തോഷം നിറഞ്ഞൊരു മുഹൂർത്തം തന്നെ പറയാം. ഇതാണ് അവളുടെ സെക്കൻഡ് ലുക്ക്. ഒത്തിരി സന്തോഷം തോന്നി. കുറച്ചധികം വെറൈറ്റിയും കുറേ നാളത്തെ പ്ലാനിങ്ങും ഒക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഇത്. അത് അമലേഷ് ചേട്ടനാണ്. ഇത് മുഹൂർത്തമാണ് അവളെ താലി കെട്ടുന്നത്. തൊട്ട് പുറകിലുള്ളത് നാത്തൂന കേട്ടോ. വളരെയധികം സന്തോഷം തോന്നി. കണ്ണ് നിറഞ്ഞ മുഹൂർത്തമായിരുന്നു. നമ്മൾക്ക് അത്ര സന്തോഷമാണെങ്കിൽ അവരുടെ സന്തോഷം പറയണ്ടല്ലോ അല്ലേ. അങ്ങനെ കുറച്ച് ഫോട്ടോസുകളും പ്രദർശനം ചെയ്തതൊക്കെയാണ് പിന്നെ കണ്ടിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം ഒരു കുട്ടി അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു. ഈ നടുക്കേക്കുന്ന കുട്ടിയില്ലേ, ഇതാണ് കിഡിലായിട്ട് കളിച്ചത്. വേറെ ഏട്ടൻ്റെ കുട്ടി കേട്ടോ. പറയാതെ അടിച്ച് പൊളിച്ച് ഞാൻ തന്നെ ആയിരുന്നു ഞങ്ങൾ. അതിനുശേഷം കുറച്ച് ഫാമിലി ഫോട്ടോയും എല്ലാവരും കൂടിയാണ്. കരയില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും അവൾ കരഞ്ഞു കേട്ടോ അവസാനം.